ചേറ്റിലല്ലയോ കിടന്ന തോർത്തുന്നായി പോകും. അപ്പൊ അർത്ഥം മാറിയില്ല. അതവര് ഒരു ശുശ്രൂഷയായിട്ട് കാണണ്ടേ? തീർച്ചയായും. അതായത് ഞാൻ ചുമ്മാ വന്ന് പെർഫോം ചെയ്യല്ല. അപ്പൊ കഴിവും കോളും അത് ഒന്നിച്ചു പോകണം. പഴയമത്തില് ലിവൈറ്റ്സ്, പ്രീസ്റ്റ് ആൻഡ് ദ മ്യൂസീഷ്യൻസ് മൂന്നും കൂടെ ഒറ്റ ലെവലിലാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ദീർഘമുള്ളടത്ത് മാത്രമേ ദീർഘം വരാൻ പാടുള്ളൂ. ഞങ്ങൾ ആരെക്കുറിച്ച് പാടുന്നു, എന്ത് പാടുന്നു, അതെങ്ങനെ പാടുന്നു, ഇല്ലേ? ആ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ക്രിസ്തീയ സംഗീതത്തിന് ഒരു സമ്പൂർണ്ണ ചിത്രം കിട്ടും. ഒരു പ്രസംഗകൻ എന്തുമാത്രം തൻ്റെ ജീവിതത്തെ കറപുരളാതെ സൂക്ഷിക്കുന്നു, ആത്മീയമായിട്ട് എങ്ങനെ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഒരു കൺവെൻഷൻ സമയത്ത് ഈ പാട്ട് പാടി അവരുടെ പരിപാടി തീർന്നതിന് ശേഷം ലൈഫ് ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്, സംഗീതവുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി സംഗീതത്തിൻ്റെ 2 മേഖലകളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ആദ്യമായി നാം ഗാനരചനയെക്കുറിച്ച് ചിന്തിച്ചു. ഗാനരചനയിൽ നാം പാലിക്കേണ്ട, സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബ്രദർ ജോയ് ജോൺ സാർ നമ്മളോട് സംസാരിച്ചു. അതുപോലെ സംഗീത സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. ഈ എപ്പിസോഡ് ഞങ്ങൾ പാട്ടുകാർക്ക് സമർപ്പിക്കുകയാണ്. പാട്ടുകാർ, വർഷിപ്പ് ലീഡേഴ്സ്, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുകയാണ്. ഈ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സംഗീത ജീവിതത്തിൽ ഏറെ പ്രയോജനകരമാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഓർപ്പിച്ചതുപോലെ ഇവിടെ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഞങ്ങളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള പാട്ടുകാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ സംഗീത സംവിധായകരോ ഒന്നുമല്ല. പൊതുവേ നാം നോക്കിക്കാണുന്ന ചില ന്യൂനതകളെക്കുറിച്ചും അതിനെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മാത്രമാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വീണ്ടും ബ്രദർ ജോയ് ജോൺ സാറിനെ നമ്മൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ പാട്ടുകളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് നമ്മുടെ കുറേ നിരീക്ഷണങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളും കൂടെ പാളിപ്പോകുന്ന ഏരിയകളാണ് നമ്മൾ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും ഇവരോടൊപ്പമുള്ളവരാണ്. നമുക്ക് സെയിം ബോട്ട്. സെയിം ബോട്ട്. നമുക്കൊക്കെ പരാജയം വന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്. മാത്രമല്ല നമുക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനും സാധ്യതകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്കതിന് കുറച്ച് നല്ല റെഫറൻസുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചില നല്ല പാട്ടുകൾ പറഞ്ഞു, എങ്ങനെ മെച്ചപ്പെടുത്താം, പാട്ടുകളുടെ രചനയെക്കുറിച്ചും പാട്ട് കമ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നല്ല സംഗീത സംവിധായകരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയുണ്ടായി. അവരുടെ പാറ്റേണൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പാട്ടുകാരെ കുറിച്ചാണല്ലോ. അതെ. അപ്പോൾ ബിനോയ് ചാൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ ഈ പാട്ടുകാർ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഈ മലബാറിൽ പണ്ട് മലയാളം പഠിപ്പിക്കാൻ വന്ന സാറ് പറഞ്ഞേ, മലയാളം ഭാഷയുടെ ഏറ്റവും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അക്ഷരസ്ഫുടത. അപ്പം ഈ ഉച്ചാരണം. ഇപ്പം ചില പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള പാട്ടെ, പ്രാർത്ഥന കേൾക്കണമേ അല്ലേ, അങ്ങനെ പാടുന്നവരുണ്ട്. അപ്പോൾ പ്രാർത്ഥന തായും ധായും കൂടെ ചിലപ്പോൾ ചിലർ പാടുമ്പം പ്രാ തിരിയാതെ പാ ആയി പോകുന്ന പ്രാർത്ഥന നൽകുന്നവനെ അല്ലേ പ്രാർത്ഥന. അപ്പൊ വെറും രണ്ട് താ ഡബിളായിട്ട് വരുന്ന പോലെ ഉച്ചരിക്കുന്ന അതൊരു എററൊക്കെ മിസ് ചെയ്തു പോകുന്ന. അതുപോലെ ചില വാക്കുകൾക്ക് സ്ട്രെസ് കൊടുക്കേണ്ട രീതിയിലാണല്ലോ മലയാള അക്ഷരങ്ങൾ. അതെ അതെ അല്ലേ. ഈ തമിഴ് ഭാഷയുമായിട്ടൊക്കെയുള്ള പ്രധാന വ്യത്യാസം മലയാളത്തിന് അതാണ്. ഈ തമിഴിൽ കൂടുതലും 2 അക്ഷര വാക്കുകളാണ് കൂടുതലുള്ളത്. മലയാളത്തിൽ പക്ഷേ 2 അക്ഷര വാക്കുകൾ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. എന്നാലും നമുക്ക് അക്ഷരങ്ങൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്നാലും ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ പാപ്പ പാപ്പ മാ ചാച്ച ചാച്ച ഇതെല്ലാം വ്യത്യാസമാണ് അല്ലേ. ഞാൻ പറയുന്നത് ഈ നമ്മൾ അക്ഷര സ്ഫുടതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പാട്ടുകാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെ പുതിയ പാടുന്ന ആളുകളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കണം, അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ഓരോ വാക്കും അദ്ദേഹം പറയുന്ന ആ ഒരു രീതി ശ്രദ്ധിക്കണം. കാരണം ഓരോ അക്ഷരം വേറിട്ട് കേൾക്കാം. അതൊരു വലിയ റെഫറൻസ് അല്ലേ ഒരു ഭയങ്കര എക്സാമ്പിളാണ്. ഒരു
അത് നമ്മളൊന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളൊരു കാര്യം. നമ്മൾ അദ്ദേഹം ഒരു വലിയ ഗായകനാണ്, നമുക്കൊരിക്കലും ചിന്തിക്കാൻ വയ്യാത്തത്ര ആ ഒരു ലെവലുള്ളൊരു സിംഗറാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചില ആളുകളെ ഒന്ന് പഠിക്കുന്നതല്ല അല്ലേ, ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതല്ലാണ്. അവരെങ്ങനെ ഒരക്ഷരം എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് എങ്ങനെ ആണ് ഡെലിവറി ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പഠിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സാറിനും ഉണ്ട് ആ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് എനിക്ക്. അതെ, ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ കൂട്ടി വായിക്കുമ്പോഴേ ഇപ്പം കാണാം ഇനി അങ്ങനെ വാക്ക് കാണാമിനി അത് മുറിച്ച് കഴിയുമ്പോഴേക്ക് കാണാം മിനിന്നായി പോകും. അതാ അപ്പോൾ അതൊരു വൃത്തികേടാ അത്. അതുപോലെ യേശുവെന്നടിസ്ഥാനം, അതിൽ ദീർഘം വന്നു കഴിഞ്ഞാൽ യേശുവിനെന്നാടി അടിസ്ഥാനം. അപ്പൊ ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നല്ലേ ഇപ്പൊ അല്ലേ, യേശുവിന് എന്നാ അടിസ്ഥാനം എന്ന് പറയുന്നല്ലേ ഇപ്പൊ. അപ്പൊ യേശു എന്നടി, അപ്പം എവിടെയാണോ ദീർഘം വരേണ്ടത് അവിടെ ദീർഘം. ഇപ്പൊ ലഘു ഗുരു തന്മാത്ര എന്നൊക്കെ പറയുന്ന പോലെ ആ ദീർഘമുള്ളിടത്ത് മാത്രമേ ദീർഘം വരാൻ പാടുള്ളൂ. ഇപ്പം ഇത്രത്തോളം യഹോവ സഹായിച്ചു ഹായിൽ ദീർഘമുണ്ട്. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, അപ്പം നായിൽ ദീർഘമില്ല. അപ്പം നടത്തി എന്ന് തന്നെ പറയണം. അത് പറയണം. മലയാള ഭാഷ ഞാൻ പറഞ്ഞില്ല, മലയാള ഭാഷ അങ്ങനെ ഉച്ചരിച്ചെങ്കിലേ മലയാള ഭാഷയ്ക്ക് ഒരു സുഖമുള്ളൂ. അതുപോലെ തന്നെ പാട്ടുകൾ മുറിക്കുന്ന സ്ഥലം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആരാധനയ്ക്കൊക്കെ നമ്മളിരുന്ന് പാടുമ്പോൾ ചില പാട്ടുകളൊക്കെ പാടുമ്പോഴേ നമ്മൾ ഈ സാറിൻ്റെ പാട്ടാണെന്ന് തോന്നുന്നു, ഹാസ്യമാ മുൾമുടിയും അങ്കിയും ചേർന്ന മെയിൽ നിന്ന് പാടുമ്പം അത് മുറിച്ച് പാടുമ്പോൾ പുസ്തകം നോക്കി അതേപടി പാടിയാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര വ്യത്യാസം. ഹാസ്യമാ മുൾമുടിയും മങ്കിയും ചേർന്ന മെയിൽ അങ്കി എന്നുള്ള സെപ്പറേറ്റ്. അതെ. അപ്പം അത് കൂട്ടി വായിക്കുമ്പോഴാണ് ഹാസ്യമാം മുൾമുടിയും അങ്കിയും ചേർന്ന മെയിൽ നിന്നാണ് പദം. പക്ഷേ അത് എടുത്തു പാടുമ്പോൾ നമ്മളത് മുറിക്കുമ്പോൾ ഈ ആ തന്നെ പാടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ യേശുവിൻ്റെ അടിസ്ഥാനത്തിനകത്ത് കൈക്കു പീഡിച്ചു നാടാ തീ കൊണ്ട്, അപ്പൊ തീ കൊണ്ട് പോകുന്നവൻ എന്നാൽ കൈക്കു പീഡിച്ചു നടത്തി കൊണ്ടുപോകുന്നവൻ, അത് വൃത്തിയായി. പിന്നെ അതുപോലെ പല പാട്ടുകളുണ്ട്. എന്ത് തലമുറ യേശുവൊക്കെ വളരെ സൂക്ഷിച്ച് പാടിയില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. കഷ്ടം ശോധനകളൊക്കെ ഉണ്ടോ എന്നുള്ള ട്യൂണേ അത് പാടുമ്പം അത് വേറൊരു പദമായി പോവും. അതെ, അത് കൃത്യസമയത്ത് മുറിക്കണം. അത് വളരെ സൂക്ഷിച്ച് പാടാത്ത വേർപെട്ട് നിൽക്കേണ്ട വാക്കുകൾ വേർപെട്ട് നിൽക്കണം. അതെ, ഒരുമിച്ച് വരേണ്ടത് ഒരുമിച്ച് വരികയും ചെയ്യണം. ആ വരികളിൽ തന്നെ കഷ്ടം ശോധനകളും അങ്ങനെ പാടിയാൽ മതി. പക്ഷേ നമ്മൾ പാടുമ്പം അത് ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളങ്ങ് പാടും. അതുപോലെ തന്നെ ഈ ചേറ്റിലല്ലയോ കിടന്നതോർത്ത്, അപ്പൊ ചേറ്റിലല്ലയോ കിടന്ന തോർത്തുന്നായി പോകും. അപ്പൊ അർത്ഥം മാറിയില്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ആ പാട്ടിനോട് ചെയ്യുന്നൊരു ക്രൂരതയല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇല്ല, അതായത് ഗൗരവത്തോടെ നമ്മൾ പറയുമ്പോൾ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെയാ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് വിടും. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തേ മതിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പരിചയമുള്ളൊരു കക്ഷിയുണ്ട്, അദ്ദേഹത്തിന് ഈ ഗസലും അതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള പാട്ടുകളൊക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്, ഹിന്ദുസ്ഥാനി സ്റ്റൈൽ. അപ്പോൾ പുള്ളി ആ ദൈവകരുണയും ധനമാഹാത്മ്യത്തിൻ്റെ ആ ഭാഗത്ത് അതിനകത്തുണ്ടല്ലോ ദൈവസുതൻ പശുശാലയിൽ, പുള്ളി അവിടെ വരുമ്പോൾ ചെറിയ പ്ലാൻസ് ഒക്കെ കൊണ്ട് ദൈവസുതൻ പശു ദൈവസുതൻ പശു ദൈവസുതൻ പശു, അത് എന്തൊരു വൃത്തികേടാ. പുള്ളിയുടെ മനസ്സിനകത്ത് ഇത് അതിന് കുറച്ച് എംഫാറ്റിക് ഒക്കെ കൊടുത്ത് അത് ഗസലൈസ് ചെയ്താ പുള്ളി പാടുന്നത്. വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം. മലയാളം പാടുമ്പോൾ മുറിക്കേണ്ട സ്ഥലത്ത് മുറിച്ചാൽ അതിനുശേഷം പാടുന്ന അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രൊനൗൺസ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യത്തോടെ പിന്നെ നമ്മൾ തിരിച്ചു വരാം. നിങ്ങൾ ആരെക്കുറിച്ച് പാടുന്നു, എന്ത് പാടുന്നു, അതെങ്ങനെ പാടുന്നു, അല്ലേ? ആ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ക്രിസ്തീയ സംഗീതത്തിന് ഒരു സമ്പൂർണ്ണ ചിത്രം കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ എന്തു നല്ല ഒരു സഖി യേശു എന്ന പാട്ടില് മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ എന്നൊരു ഒരു പദമുണ്ട്. അപ്പം അത് പലരും പാടുന്നത് മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, മീക്ക് ദീർഘമില്ല, അങ്ങനെ അത് മുറിച്ച് വേണം പാടാൻ. മിത്രങ്ങൾ എന്ന് പാടിയാൽ ആ പ്രശ്നം മാറും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്നില്ല, നമ്മളങ്ങ് പാടുന്നു. അപ്പോൾ പാട്ടുകാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
വളരെ കൃത്യമായിട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുക, ആ പാട്ടിനെ വളരെ ഭംഗിയാക്കാൻ പറ്റും അത് വളരെ കൃത്യമായിട്ട് പാടിക്കഴിയുമ്പോൾ എന്നാണ് എൻ്റെ ഒരു വിചാരം. വിനോദിച്ച എൻ്റെ കയ്യിലേ യാ നമ്മൾ സാധാരണ തെറ്റിച്ച് പാടുന്ന ചില വരികളുടെ ഒരു ലിസ്റ്റ് ഓ അത് ശരി. അതൊന്ന് നമ്മുടെ ഗായകർക്ക് ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. വാഴ്ത്തുക നീ മനമേ എന്നുള്ള പാട്ടിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസായിൽ പാർത്ഥിവൻ തന്നുപകാരം എന്നുള്ളൊരു അങ്ങനെയാണ് നമ്മൾ സാധാരണ പാടുന്നത്. പക്ഷെ അതിൻ്റെ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് പാർത്ഥിവൻ, രാജാവ്, പാർത്ഥിവൻ തന്നുപകാരം എന്നാണ് കറക്റ്റായിട്ട്. പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ പാർത്ഥിവൻ രാജാവ്. അതുപോലെ വാഴ്ത്തുക നീ മനമേക്കകത്ത് തന്നെ പോകുന്നു തുലാവിൽ എന്ന് പാടുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ളത് പോകുന്നി ദുലവിൽ എന്നാണ്. ഉലവിൽ എന്ന് പറഞ്ഞാൽ കാറ്റിൽ, പോകുന്നി ദുലവിൽ, കാറ്റിൽ ഇതാ പോകുന്നു. അതുപോലെ വാഴ്ത്തുമെന്നും പരമേശ്വരനെ പാരാവിധി പോൽ അല്ല, പരാവിധി പോൽ, അർത്ഥം മാറി. അതെ അതെ, പരന്റെ വിധി, പരാവിധി പോൽ. അതുപോലെ യാഹുവേ സ്തുതിപ്പനവൻ വൈഹായ സംവിധാന എന്നൊക്കെ പാടുന്ന ആളുകളുണ്ട്. വൈഹായ സംവിധാന, പക്ഷെ അത് വൈഹായസ വിധാന എന്നാണ് അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ആകാശവിധാനം എന്നാണ് അർത്ഥം. അപ്പോൾ ദേവജന സമാജമിക്കകത്ത് സൂനു സമുദായങ്ങളെ, സൂനു സമുദയങ്ങളെ അല്ലേ. അതുപോലെ സ്തോത്രം ശ്രീമനുവലിനെ സാദരമാം ദൂതഗണം, സാദരമാ ദൂതഗണം, അതാണ് കറക്റ്റ്. ശില്പികൾ കുടയവനെ എന്ന് പാടുന്നുണ്ട്, ശില്പികൾ കുടയവനെയാണ് കറക്റ്റ്. മറ്റൊരു പാട്ടിൽ എന്നാളും സ്തുതിക്കണം നാം മുന്നിൽ അഭയമിരുന്നു, മുന്നിൽ അഭയമിരുന്നു, അതാണ് കറക്റ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ട്. സാറ് കുറേ അധികം പാട്ടുകൾ അല്ലേ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോശമായുള്ള താഴ്ചകൾ, വീഴ്ചകൾ, അങ്ങനെ അത് മോശയാലുള്ള താഴ്ചകൾ ഇല്ല. അപ്പം ഞാൻ പലപ്പോഴും ആൾക്കാർ പാടുമ്പോഴും ഞാൻ ചെറുപ്പത്തിൽ മോശയാലുള്ള വീഴ്ചകൾ, മോശം കൊണ്ട് അങ്ങനെ നമ്മൾ വീഴുന്നത്. അതെ അതെ അല്ലേ. അപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ ഉദ്ദേശിച്ച വേറെ എന്തെങ്കിലും വാക്കായിരിക്കും. ഒരുപക്ഷെ പ്രിന്റിങ്ങിൽ പിഴ വന്നതായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ പാടി ആയിരിക്കാം, അങ്ങനെ തെറ്റി അത് പതിഞ്ഞു പോയതായിരിക്കും ആളുകളുടെ. അതിനൊരു കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ആരും തന്നിട്ടില്ല. ഇല്ല. മോശമാം വീഴ്ചകൾ എന്നൊരാൾ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. മോശയാനുള്ള താഴ്ചകൾ, മോശയിൽ എങ്ങനെ താഴ്ചകൾ വരുന്നത്? അതോ മോശയിൽ വന്ന താഴ്ചകളാണോ? മോശമായ താഴ്ചകൾ ആണോ? അങ്ങനെയാണ് ഞാൻ എൻ്റെ തിരുത്ത് കണ്ടിട്ടുള്ളത്. ശരി. അപ്പോൾ നമ്മൾ ഈ എങ്ങനെയാണ് വാക്കുകൾ പിരിക്കുന്നത്, ഏത് വാക്കുകളാണ് കൂട്ടിച്ചേർക്കേണ്ടത്, എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത്, ചില പാട്ടുകൾ നമ്മളെങ്ങനെയാണ് തെറ്റിച്ച് പാടുന്നത്, അങ്ങനെയെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ താളത്തെക്കുറിച്ചോട് ചിന്തിക്കാം. ഇപ്പോൾ വളരെ പോപ്പുലറായിരിക്കുന്ന താളം എന്ന് പറഞ്ഞാൽ 2/4, 1 2 1 2 1 2 1 2 എല്ലാം മിക്കവാറും പാട്ട് ഈ കൈയടിച്ചാൽ പാടുന്ന പാട്ടുകളെല്ലാം ഇതാണ് അല്ലേ. സ്വർഗനാട്ടിലൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് സന്തോഷം വന്നല്ലോ സന്താപം ദൈവകൃപ. അപ്പോൾ ഇതെല്ലാം ഈ 2/4. പിന്നെ 1 2 3 4 അങ്ങനെ ആ താളത്തിൽ ഒത്തിരി പാട്ടുണ്ട്. പിന്നെ ഉള്ളത് 3/4 ആണ്. 1 2 3 1 2 3. യേശുവേ നിൻ പാദം കുമ്പിടും 1 2 3 1 2 3. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. അത് 3/4. 3/4ലും ധാരാളം എനിക്ക് തോന്നുന്നു ഈ ആരാധനാ ഗീതങ്ങളിൽ 3/4 വലിയ സ്ഥാനമുണ്ട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ചേർന്ന് പാടാൻ എളുപ്പമാണ്. ആ താളത്തിൽ ആളുകൾക്ക് ചേർന്ന് പാടാനുള്ള ഒരു എളുപ്പമുണ്ട്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നത് 5/8 ആയിരിക്കും. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. ആത്മാവിൽ 1 2 1 2 3. ഒന്ന് പാടാതെ. ആത്മാവിൽ 1 2 1 2 3 വരമരുളിയാൽ 1 2 3 ആ പാദം 1 2 1 2 3 വരമരുളിയാൽ യേശു എന്നാത്മാവിൽ ആദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം. ആ താളത്തിൽ വേറൊരു പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ. നന്ദനനും അഖിലാണ്ട നായകനും അഖില ഗുണമുടയൊരു പരമേശനും ഇഹലോകമതിൽ മകനായി വന്നവനു സകലാധികാരമുള്ള മനുവേലനു ജയമംഗളം.
നിത്യശുഭമംഗളം വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ജയമംഗളം വൺ ടു വൺ ടു നിത്യശുഭമംഗളം. അതാ 5/8. 5/8 പൊതുവേ പാട്ടുകൾ കുറവാണ്. വേറെ ഒരു പാട്ടോടെ ആക്ച്വലി കോൺഗ്രിഗേഷണൽ സോങ്സ് അങ്ങനെ അധികം 5/8 ഇല്ല. നമ്മുടെ ഈ ആദ്യന്തമില്ലാത്ത നിത്യന്റെ ഗന്ധ്യ വിവാഹ ശുശ്രൂഷയ്ക്ക് മൂളാവോ. ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്തി പ്രദ്യോതനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ ഇദ്ദമ്പതിക്കേക ശ്രീ യേശുനാഥ. നിത്യം ലഭിക്കട്ടെ സൂര്യപ്രകാശം, അഭ്യുൽപതിക്കട്ടെ ചന്ദ്രന്റെ കാന്തി, നാനാത്വമാർന്നുള്ള പുഷ്പങ്ങളെന്നും സൗരഭ്യമേകട്ടെ ശ്രീ യേശുനാഥ. പിന്നെ എനിക്കൊന്ന് ഈ തമിഴ് ഋതത്തിലൊക്കെ തമിഴ് സ്റ്റൈലുകളൊക്കെ പാടും, നമ്മൾ ഡപ്പാങ്കുത്തെന്നൊക്കെ പറയുമല്ലോ. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോൺഗ്രേഷൻ, കുറച്ചുകൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് കയ്യൊക്കെ അടിച്ചൊന്ന് ആർത്ത് ഡോലക്കും തവലൊക്കെ വെച്ച് പാടാൻ പറ്റും. അതെ, യേശു നല്ലവര് നമുക്ക് പോതുമാനവര് അല്ലേ, കൃപയാലത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അത് ദാനം ദാനം ദാനം. എനിക്കൊന്ന് അങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് വരും. സംഗീതത്തിന്റെ അകമ്പടി കൂടെ ഉണ്ടെങ്കിൽ ഈ പാട്ടുകൾ കേൾക്കാൻ നല്ല സുഖമായിരിക്കും. അതാണ് 6/8. 7/8 നമ്മുടെ 3/4 കാര്യം പറഞ്ഞ പോലെ 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 താമസം എന്തോ വന്നിടാനേശു കാന്താ താമസം എന്തോ കാന്താ താമസം എന്തോ വന്നിടാനേശു കാന്താ താമസം എന്തോ. അതുപോലെ വളരെ പ്രസിദ്ധമായ പാട്ടാണ് എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു തന്നെ, അതും 7/8 അല്ലേ? അതെ, എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭു നിന്നെ എന്നും ഈ ദാസനോർക്കും, പ്രഭു നിന്നെ എന്നും ഈ ദാസനോർക്കും, പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ, എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ, ഓ എന്നും മാധുര്യവാൻ. ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 3/4 നമ്മൾ നേരത്തെ പറഞ്ഞ വാൾസും പിന്നെ ഈ 7/8 കൂടുതൽ വർഷിപ്പ് സോങ്ങിന് ഏകാഗ്രത നൽകുന്ന ഒരു താളമായിട്ടിരിക്കുന്നു അല്ലേ? പാട്ടുകാരിലേക്ക് മടങ്ങി വരാം. നമ്മൾ താളത്തിലേക്ക് പോയി. ആ താളത്തിലേക്ക് പോയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താളത്തിൽ പാടാത്ത ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ താളം മറിഞ്ഞു പോകുമ്പോൾ അതിന് പാട്ടിന്റെ ആലാപനത്തിൽ വ്യത്യാസം. ഞാനത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചപ്പോൾ നമ്മൾ ഈ ആരാധനയ്ക്ക് നമ്മൾ പാടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചല്ലോ, ചർച്ചുകളിൽ പാടുന്ന കാര്യങ്ങൾ, അവിടെ നാം താളത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഈ ആലാപനം ചർച്ചിൽ പാടുന്ന ലീഡ് ചെയ്യുന്ന പാട്ടുകാർ അവരാ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു പ്രാക്ടീസും ഒരു കൊയറൊക്കെ ഫോം ചെയ്ത് പാട്ടുകൾ ലീഡ് ചെയ്യാനായിട്ടൊരു നല്ല കൊയറൊക്കെ ഉണ്ടാക്കി അത് മനോഹരമായ രീതിയിൽ അത് ചർച്ചിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ താളമില്ലാത്ത ആളുകളും കൂടെ നമ്മുടെ കൂടെ വരും. തീർച്ചയായും അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടത്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പാടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഹോൾ കോൺഗ്രിഗേഷൻ വിൽ ഫോളോ. അതാണ് ഒരു പ്രാക്ടീസും ഒരു കൊയർ ടീമും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഗുണം അതാണ്. തീർച്ചയായിട്ടും എല്ലാ ചർച്ചകളിലും അത് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയിൽ പാടുന്ന പാട്ടുകാരൊക്കെ ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു തീരുമാനമെടുക്കുക. ഇത് പാട്ടുകാരോടുള്ള ഒരു പ്രത്യേക റിക്വസ്റ്റും കൂടിയാണ്. പിന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നാണല്ലോ നമ്മുടെ ശബ്ദം. അതെ, അപ്പോൾ പാടാൻ നല്ല ശബ്ദം വേണം. ശബ്ദം വലിയാൻ പാടില്ല, വെള്ളി വരാൻ പാടില്ല, ക്രാക്ക് വരാൻ പാടില്ല, ശ്രുതിയിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു പാടുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരാളുടെ ശബ്ദം നമ്മൾ കുറേ കൂടെ പരിരക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രായോഗികമായിട്ട് ഇപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? സപ്പോസ് നമ്മുടെ ഈ പരിപാടി കാണുന്നതല്ലേ, കൊയറിൽ പാടുന്നവരോ അല്ലെങ്കിൽ സോളോ പാടുന്നവരോ
ചർച്ചിൽ ലീഡ് സിംഗേഴ്സ് ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനമായിട്ട് പാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം ശബ്ദം അബ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ള ശബ്ദം ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ കിടന്ന് തൊണ്ടോർക്കുകയും അല്ലെങ്കിൽ ഒച്ച വെക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ പാട്ടിൽ മാത്രം ശ്രദ്ധിക്കുക. പാട്ട് വോക്കൽ കണ്ടമാനം അബ്യൂസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാസേട്ടനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഓരോ ശരീരത്തിനും പറ്റിയ ഭക്ഷണം ഡിഫറൻ്റാണ്. അല്ല പാട്ടുകാർ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കാമെന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തിന് എന്ത് കഴിക്കാമെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിന് ദാസേട്ടനും പല പാട്ടുകാർക്കും ഒരു ബുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കഴിക്കണം, നിങ്ങളുടെ ശരീരം ഇപ്രകാരമാണെങ്കിൽ നിങ്ങൾ അത് കഴിക്കണം. എത്രമാത്രം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹമൊക്കെ എന്തുമാത്രം അല്ലേ എന്തൊക്കെ ഒരു കഴിക്കണമെന്ന് ആഗ്രഹം കാണും പുള്ളിക്ക് ഒരു പക്ഷേ. അതൊന്നും കഴിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു സംഗീതം എന്നുള്ള അതൊരു ഉപാസനയായിട്ടെടുത്ത് അല്ലേ ആ നിലയിൽ പാടുന്നതുകൊണ്ടല്ലേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം എല്ലാ പാട്ടും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ആലാപനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ആലാപനത്തിൻ്റെ അകത്ത് ഗായകരും വരും, പുരുഷന്മാരും ഗായികമാരും വരും. അതവർ ഒരു ശുശ്രൂഷയായിട്ട് കാണണ്ടേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ ചുമ്മാ വന്ന് പെർഫോം ചെയ്യല്ല. അപ്പം ഞാൻ നല്ല പാട്ട് പാടും, ഞാൻ സംഗീതം പഠിച്ചാണ്, എനിക്ക് നല്ല താളമുണ്ട്, എൻ്റെ വോയിസ് സാമാന്യം തെറ്റില്ല, ഒരു സ്റ്റേജിൽ എനിക്കൊരു 1000 പേരുള്ള സ്റ്റേജിൽ ഒരു പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഐ വിൽ ജസ്റ്റ് ഷോ ഓഫ് മൈസെൽഫ്, എൻ്റെ കഴിവൊക്കെ ഞാൻ കാണിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പാടുന്നല്ലോ? അല്ല, തീർച്ചയായിട്ടും അതിനുവേണ്ടി. അപ്പോൾ ആലാപനത്തെ ഒരു കോളായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിളി, അതുകൊണ്ടാണല്ലോ കഴിവ് തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ കഴിവും കോളും അത് ഒന്നിച്ച് പോകണം. ആ ഒരു കോളുള്ളത് കൊണ്ടാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ശബ്ദം സൂക്ഷിക്കേണ്ടത് ഇപ്പം കർത്താവിൻ്റെ ഒരു കോളാണിത്, ദൈവത്തിൻ്റെ ഒരു കോളാണ് എന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടത് പ്രാക്ടീസ് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറയുന്നത് ചർച്ചിൽ പാട്ടുകൾ ലീഡ് ചെയ്യുന്ന ആളുകൾ, ഈ CSI ചർച്ചുകളിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, അവരുടെ ഒരു ബ്യൂട്ടിഫുൾ അല്ലേ, എല്ലാ പള്ളികൾക്കും അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോയറുണ്ട്, മർത്തോമ പള്ളികൾക്കൊക്കെ. ആ ചർച്ചിൽ അവർക്ക് സൺഡേ പാടണമെങ്കിൽ സാറ്റർഡേ ആ പാടുന്നവരെല്ലാവരും ആ പ്രാക്ടീസിൽ അറ്റൻഡ് ചെയ്തിരിക്കണം, അല്ലാത്തവരെ അവർ മാറ്റി നിർത്തും. നമ്മുടെ സഭകളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ആരാധനയ്ക്ക് പാടാനുണ്ടോ? ഇല്ല. അതൊക്കെ തെറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അപ്പം നമുക്ക് കിട്ടുന്ന പ്രേരണയനുസരിച്ച് പാടുക എന്നുള്ള ലെവലിൽ 40 വർഷമായിട്ട് ഒരു പാട്ട് തന്നെയാണോ പ്രേരണ? ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. ചില ആളുകൾ സ്ഥിരമായിട്ടൊരു പാട്ടുകളുമായിട്ട് വരും. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ലിസ്റ്റ് മാറുന്നില്ല. അപ്പം അതാണ് പ്രേരണ എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ ഇപ്പോൾ പാട്ട് പാടുന്നൊരു ശുശ്രൂഷയാണെങ്കിൽ, ഇപ്പോൾ പഴയമത്തിൽ ദ ലിവൈറ്റ്സ്, പ്രീസ്റ്റ് ആൻഡ് ദ മ്യൂസീഷ്യൻസ്, അത് മൂന്നും കൂടെ ഒറ്റ ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സംഗീതക്കാര് അവര് ഏതാ പുരോഹിതന്മാരുടെ കൂടെ പറഞ്ഞിരിക്കുന്നത്, ലേവ്യരുടെയും പുരോഹിതരുടെയും സംഗീതക്കാരെല്ലാം ഒന്നിച്ച ഒരു വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഗൗരവമായിട്ടുള്ളൊരു ശുശ്രൂഷയാണെങ്കിൽ ഞാൻ ഒരു വാക്കൂടെ ചേർത്ത് പറയും, നമ്മൾ ശബ്ദം സൂക്ഷിക്കണം, ശുശ്രൂഷയായിട്ട് കാണണം, ഗൗരവത്തിൽ പാടണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയും. കാരണം ഒരു പ്രസംഗകൻ എന്തുമാത്രം തൻ്റെ ജീവിതത്തെ കറ പുരളാതെ സൂക്ഷിക്കുന്നുവോ, ആത്മീയമായിട്ട് എങ്ങനെ ജീവിക്കുന്നു, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ സംഗീത ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ചെയ്യണം. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഈ സംഗീത ശുശ്രൂഷയെ വളരെ ഗൗരവമായിട്ട് എല്ലാവരും കാണുകയും ചെയ്യണം. മറ്റുള്ളവരും കാണും. എനിക്ക് വളരെ ചില സമയങ്ങളിൽ പ്രയാസം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില ശുശ്രൂഷകൾക്ക് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് സമയം കൂടി പോയാൽ ഉടനെ കട്ട് ചെയ്യുന്നത് എന്തോ പാട്ടാ കട്ട് ചെയ്യുന്നത്. 3 സ്റ്റാൻസാ പാടാനിരുന്നിടത്തുനിന്ന് 2 സ്റ്റാൻസായി പാടാവുള്ളേ. ഈ പാട്ടിന് ഒരു ശീലം ഇപ്പോൾ ഒരു ശീലം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് ഒരു അടുത്ത പ്രസംഗം ഒരു 3 മിനിറ്റ് നീണ്ടുപോയി. അപ്പോഴത്തേക്ക് MC പറഞ്ഞു, അടുത്ത പാട്ട് ഒരു സ്റ്റാൻസാ പാടിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ സംഗീതത്തെ വില കുറച്ച് കാണുകയാണ്, അതിനെ ശുശ്രൂഷയായിട്ട് കാണാൻ പറ്റുന്നില്ല. അതായത് ഈ വലിയ പ്രസംഗത്തിൻ്റെ ശുശ്രൂഷകൾ, കല്യാണ ശുശ്രൂഷ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യാനിടുന്ന ഒരു ഫില്ലറായിട്ട് മാത്രം കാണുന്നൊരു പ്രവണതയുണ്ട്. ഞാൻ എൻ്റെ ഫ്ലിപ്പ് സൈഡോടെ ഞാൻ പറയാം, ഈ പാട്ട് പാടുന്ന ആൾക്കാരും ഞങ്ങൾ ശുശ്രൂഷകരാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഒരു കൺവെൻഷൻ സമയത്ത് ഈ പാട്ട് പാടി അവരുടെ പരിപാടി തീർന്നതിന് ശേഷം കവലെ കൂടെയൊക്കെ കറങ്ങി ചായയൊക്കെ കുടിച്ച് പുറകിലൊക്കെ നിന്ന്
വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് പാട്ടാകുമ്പോഴേക്ക് സ്റ്റേജിലോട്ട് ഓടിക്കയറി അപ്പോൾ അങ്ങനെ ഒരു അമാതൃകയായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒഴിവാക്കണം തീർച്ചയായിട്ടും. നമ്മൾ കഴിവതും സ്റ്റേജിൽ തന്നെ എത്തും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നൊരു പ്രോഗ്രാമിന് പാടിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. സംഗീത ശുശ്രൂഷ കഴിഞ്ഞാൽ അന്നേരം പാട്ടുകാരെ മൊത്തം സ്റ്റേജിൽ നിന്ന് മാറ്റും. അങ്ങനെ സ്ഥലവും ഞാൻ കണ്ടു. ഞാൻ 2 വർഷം അവിടെ പോയി പാടി. പാട്ട് പരിപാടി കഴിഞ്ഞാൽ അന്നേരം പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും എല്ലാം സ്റ്റേജിൽ നിന്ന് മാറണം. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നത് ഇതും പ്രസംഗം പോലെ തത്തുല്യമായൊരു കാര്യമാണെന്ന് കാണാത്തുണ്ട്. DL മൂടി പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പേ സാങ്കി വന്ന് പാട്ട് പാടും. സാങ്കി വന്ന് പാട്ട് പാടുന്നത് നിലം ഉഴുത് അത് മണ്ണെല്ലാം നിരപ്പാക്കി അതിനെ ആ കൃഷിയിടത്തെ ഒരുക്കുന്ന പോലെയാണ്. ഞാൻ വിത്തിടാൻ വരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഹീ വിൽ പ്രിപ്പയർ ദ ഗ്രൗണ്ട്, ഐ വിൽ പുട്ട് ദ സീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പയർ ആകാത്ത ഗ്രൗണ്ടിൽ എങ്ങനെ വിത്തിട്ടാൽ മുളയ്ക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ രണ്ടും ഈക്വലായിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയും. അതൊരു പ്രസംഗകന്റെ മഹാമനസ്കതയായിട്ടേ ഞാൻ കാണും. തീർച്ചയായും. കാരണം ഇതൊരു ശുശ്രൂഷയുടെ അദ്ദേഹം കാണുന്നതുകൊണ്ടാണ്. പലയിടത്തും അങ്ങനെ ഒരു അംഗീകാരം പാട്ടുകാർക്ക് പലയിടത്തും കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരോട് ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കണം. രണ്ടുപേരോടും പറയണം. ഒന്നാമത് ഈ സംഗീത ശുശ്രൂഷ ഉള്ളവർ ഇത് വളരെ ഗൗരവത്തോടുകൂടെ ശുശ്രൂഷയായിട്ട് ഗൗരവമായിട്ട് ചെയ്യണം. ഒരു മിനിസ്ട്രിക്ക് പോയാൽ അലക്ഷ്യമായി നടക്കാതെ ആ പാട്ട് കഴിഞ്ഞാലും അവിടെ തന്നെ നമ്മുടെ സാക്ഷിയൊക്കെ അവിടെ ഇരിക്കണം. അതുപോലെ പ്രോഗ്രാം നടത്തുന്ന ആളുകളും ഇതൊരു പാട്ടുകാർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യവും ആ ശുശ്രൂഷയ്ക്ക് അവർക്കല്ല പ്രാധാന്യം, ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനിൽ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടെ കാണുന്ന പാട്ടുകാരുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. പാട്ടുകാർ എല്ലാവരും നമ്മുടെ ഇടയിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. ഇപ്പം പണ്ട് വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന പാട്ടുകാർ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്. പക്ഷേ സ്വയം ചിന്തിക്കുകയും അവരെ തന്നെ ഒന്ന് വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പല ശുശ്രൂഷകളും പാട്ടുകൾ, സ്റ്റേജിൽ പാടുന്ന പാട്ടുകളെയൊക്കെ ഒന്നുകൂടെ വിലയിരുത്തുകയും, ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പാട്ടുകളെല്ലാം ആ പഴയ പാട്ടുകൾ മാറി പുതിയ പാട്ടുകളിലേക്ക് വന്നപ്പോൾ, ഒരു പുതിയ ട്രെൻഡിലേക്ക് വന്നപ്പോൾ എല്ലാ പാട്ടുകളും ഒരുപോലെ ഇരിക്കുന്നു. എല്ലാ പാട്ടുകളും ഒരുപോലെ ഇരിക്കുന്നു. അതിനും മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പാട്ടുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താ സാറിന് ഇതിനെക്കുറിച്ച് പറയാൻ? ഞാൻ പറയാം, ആഴമുള്ള അർത്ഥമുള്ള പാട്ടുകളൊക്കെ ആളുകൾ എഴുതട്ടെ. പഴയ മറന്നുപോയ നല്ല പാട്ടുകൾ ഓർമ്മകളിലേക്ക് പുതിയ പാട്ടുകാർ കൊണ്ടുവരട്ടെ. അതുപോലെ പാട്ടുകാർ ഗൗരവത്തോടുകൂടെ പാട്ടുകളെ കാണട്ടെ. ഇതൊരു ശുശ്രൂഷയായിട്ട് ആൾക്കാർ കാണട്ടെ. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ഗോളം നല്ല പാട്ടുകളാൽ സമൃദ്ധമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ലൈഫ് ഫോക്കസിൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ട 3 എപ്പിസോഡുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ഈ ചർച്ച നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം. ആരെയെങ്കിലും മുറിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇതിൽ പ്രവർത്തിച്ച ആർക്കുമില്ല. മെച്ചമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ ചർച്ചയ്ക്കുള്ളൂ. നമ്മുടെ സംഗീത ശുശ്രൂഷകൾ, ഗാനരചനകൾ, സംഗീതത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, അതുപോലെ ആലാപനം, നമ്മുടെ കൊയറുകൾ, ചർച്ചിലെ ആരാധന, ഇതൊക്കെ നന്നാവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ ചർച്ചകൾക്കുള്ളൂ. ക്രിസ്തീയ സംഗീതത്തിന് ഒരു വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിന്, അല്ലെങ്കിൽ ഈ മേഖലയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ആരാധനകളെ സജീവമാക്കി നിർത്തുന്നത് പാട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് എത്രമാത്രം അതിനെ മെച്ചപ്പെടുത്താമോ, അതിന് അത്യാവശ്യം ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മെച്ചമാക്കിക്കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തെ കാണണമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ. ഇതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നാം ഈ ചെയ്യുന്നത്. പാടുന്നതും എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരണം. അതല്ലാതെ നമുക്ക് പ്രശംസിക്കുവാനോ പുകഴുവാനോ ഒന്നുമില്ല. ഇത് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു താലന്ത് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതെ. ഇത് നമ്മിൽ സ്വയമായി ഉളവായി വന്നൊരു കഴിവൊന്നുമല്ല. ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു കാര്യമാണ്. അത് ഏറ്റവും ഉത്തരവാദിത്തോടുകൂടി ചെയ്യുക. അതിനായി ദൈവം ധാരാളമായി എല്ലാവരെയും സഹായിക്കട്ടെ. ലൈഫ് ഫോക്കസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള പ്രോഗ്രാമുകളുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.